എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 2 ദ്വിതീയ പാഠ ക്ഷിതിരാദ്ര ഭവേത് സദാ. സദാ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും. ക്ഷിതി ഭൂമി, ആദ്ര ഭവേത് നനവുള്ളതായിരിക്കട്ടെ. പാഠപ്രവേശ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൂർവാസ്മിൻ പാഠേ മുമ്പത്തെ പാഠഭാഗത്തിൽ വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അസ്മാഭിഹി അവഗതം എന്നാണ് അത് പിരിച്ചെഴുതുക. അസ്മാഭിഹി നമ്മൾ, അവഗതം മനസ്സിലാക്കി. വനപരിപാലനം അകൃതം ചെയ്യുന്നില്ലെങ്കിൽ കിം ഭവിഷ്യന്തി എന്തെല്ലാം സംഭവിക്കും. വായുവിൻ്റെയും ജലത്തിൻ്റെയും സംരക്ഷണത്തിൽ വനം കാട് കഥം എപ്രകാരമാണ് സഹായകമായി ഭവിക്കുന്നതെന്ന് ഇത് ഭവന്തഃ നിങ്ങൾ ചിന്തിതവന്തഃ ഖലു ചിന്തിച്ചവരാണല്ലോ. വനനശീകരണം കൊണ്ട് ആഗോളതാപനം, അനാവൃഷ്ടി മഴയില്ലായ്മ ഇത്യാദീനി മുതലായവ സംഭവിക്കുന്നു. ഇത് സർവേ ജ്ഞാതം എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. അസ്യ ക്ലേശം ഇതിൻ്റെ ദുരിതം ന കേവലം മാനവാഹ മനുഷ്യൻ മാത്രമല്ല, അപിതു സർവാണി ജീവജാലാനി എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നു. താദൃശീം അപ്രകാരത്തിലുള്ള ഏകാം കഥാം ഒരു കഥ പഠാമഹ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.